ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ വിഭവമാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും മുളകിഷി ഉണ്ടാക്കുന്നത് അല്ലേ? അതെ, ഓരോ നാട്ടിലും അതിൻ്റേതായ തനത് രുചികളുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലെ മുളകിഷി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 3 കായ എടുത്ത് സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചേനയുടെ കാൽഭാഗവും അതേ രീതിയിൽ തന്നെ അരിഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവയെല്ലാം വൃത്തിയായി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ ഞാനിവിടെ പാൻ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കഷ്ണമൊക്കെ വെന്തോന്ന് ഇങ്ങനെ ഉടച്ച് നോക്കുക. ഈ ചേനയ്ക്കും കായ്ക്കും രണ്ടും 2 വേവാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ച് നമ്മൾ കഷ്ണം വെന്തോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. കുക്കറിലും വെക്കാം. ഇത് നമുക്ക് കുക്കറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ഞാനിവിടെ കുക്കറിൽ വെക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പം ഞാൻ തവി കൊണ്ട് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉടച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് എരിവിനനുസരിച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഇട്ട കുരുമുളക് പൊടി എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തവി വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവും. ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഈ കുരുമുളകാണ് ഇതിലെ താരം എന്ന് പറയുന്നത്. ഈ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളവും കൂടെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ കുറുക്കിയെടുക്കുന്ന പരുവം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ കുറുക്കിയെടുക്കണം. ഈ ഒരു കറി ഒരു കുറുക്ക് രൂപത്തിലാവുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കടുകൊന്നും നമ്മൾ താളിച്ചൊഴിക്കുന്നില്ല, പകരം പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊരു സ്പൂണ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചോറിനൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ഒരു രീതിയിൽ, നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ഒരു രീതിയിൽ മുളകിഷ്യം സിമ്പിളായിട്ടുള്ള മുളകിഷി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.